ഗാസയിലെ ദാരിദ്ര്യം വളരെ ഗുരുതരമായ ഒരു വിഷയമാണ്. വർഷങ്ങളായുള്ള ഉപരോധവും സമീപകാലത്തെ സംഘർഷങ്ങളും കാരണം ഇവിടുത്തെ ജനങ്ങൾ കടുത്ത ദുരിതത്തിലാണ്. ഗാസയിലെ ദാരിദ്ര്യത്തെക്കുറിച്ചുള്ള ചില പ്രധാന വിവരങ്ങൾ. അതിരൂക്ഷമായ ദാരിദ്ര്യം. ഗാസയിലെ ഏകദേശം 80% ജനങ്ങളും ദാരിദ്ര്യരേഖയ്ക്ക് താഴെയാണ് ജീവിക്കുന്നത്. നിരന്തരമായ യുദ്ധവും ഉപരോധവും കാരണം സാധാരണ ജനങ്ങളുടെ ജീവിതം ദുസ്സഹമായി. തൊഴിലില്ലായ്മ. ഗാസയിൽ തൊഴിലില്ലായ്മ നിരക്ക് വളരെ കൂടുതലാണ്. ലോകത്തിലെ ഏറ്റവും ഉയർന്ന തൊഴിലില്ലായ്മ നിരക്കുകളിലൊന്നാണ് ഇവിടെ. സംഘർഷങ്ങൾ കാരണം ആയിരക്കണക്കിന് ആളുകൾക്ക് അവരുടെ ജോലികൾ നഷ്ടമായിട്ടുണ്ട്. ഭക്ഷ്യക്ഷാമം. ഗാസയിലെ ജനങ്ങൾ കടുത്ത ഭക്ഷ്യക്ഷാമം നേരിടുന്നു. യുദ്ധം കാരണം ഭക്ഷണവും മറ്റ് അവശ്യവസ്തുക്കളും എത്തിക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. പല സ്ഥലങ്ങളിലും പട്ടിണി മരണങ്ങൾ സംഭവിക്കുന്നു. പ്രത്യേകിച്ചും കുട്ടികളാണ് ഇതിന്റെ പ്രധാന ഇരകൾ. മാനവരാശിക്കെതിരെയുള്ള കുറ്റകൃത്യം. ഗാസയിലെ ജനങ്ങളെ പട്ടിണിക്കിടുന്നതും നിർബന്ധിതമായി പലായനം ചെയ്യിക്കുന്നതും മാനവരാശിക്കെതിരെയുള്ള കുറ്റകൃത്യമായി ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ സമിതി റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നു. കാരണങ്ങൾ. ഇസ്രയേൽ ഉപരോധമാണ് ഗാസയിലെ ദാരിദ്ര്യത്തിന്റെ പ്രധാന കാരണം. ഇതിനു പുറമെ നിരന്തരമായ യുദ്ധങ്ങൾ, തൊഴിലവസരങ്ങളുടെ അഭാവം, ഭക്ഷ്യവസ്തുക്കളും മരുന്നുകളും പോലുള്ള അവശ്യസാധനങ്ങൾ ലഭിക്കാനുള്ള തടസ്സങ്ങൾ എന്നിവയും സ്ഥിതി കൂടുതൽ വഷളാക്കുന്നു. വിവിധ സഹായങ്ങൾ. പല രാജ്യങ്ങളും അന്താരാഷ്ട്ര സംഘടനകളും ഗാസയിലേക്ക് സഹായം എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിർത്തിയിലെ നിയന്ത്രണങ്ങളും ആക്രമണങ്ങളും കാരണം ഈ സഹായങ്ങൾ ആവശ്യക്കാരിലേക്ക് എത്തുന്നത് പലപ്പോഴും തടസ്സപ്പെടുന്നു.